രാത്രി 11 വരെയാണ് ഷിഫ്റ്റ്. 10:59 ഓർഡർ വരാം. 11 മണിക്ക് വന്നിട്ടുണ്ട് ഒരിക്കൽ. തൃപ്പൂണിത്തുറയിൽ പോയി പിക്കപ്പ് ചെയ്യണം. എന്റെ ഏരിയ കോലഞ്ചേരിയാണ്. ആ ഓർഡർ ഞാൻ അങ്ങ് നിരസിച്ചു. പകരം എന്റെ ഇൻസെന്റീവ് എന്ന ഓമനപ്പേരിൽ നൽകുന്ന പെട്രോൾ അലവൻസ് ആപ്പും അങ്ങോട്ട് നിരസിച്ചു. ഒന്നിലധികം കംപ്ലൈന്റ് ഒക്കെ കൊടുത്തു നോക്കി. ബട്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല. ബുദ്ധിയും ബോധവും ഇല്ലാത്ത സാധനമല്ലേ. സഹിച്ചു. അതിൽ പിന്നെ 10:50 ആകുമ്പോൾ ഓഫ്ലൈനിൽ പോയി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സ്ഥിതി അതല്ല. 10:15 ആയിട്ടുള്ളൂ. 2 അംഗത്തിന് ബാല്യമുണ്ട്. അതായത് 2 ഓർഡറുകൾ കൂടി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സാധ്യതയല്ല, ഒരു ഓർഡർ വന്നു കഴിഞ്ഞു. 5-6 കിലോമീറ്റർ അകലെയുള്ള ഒരു റെസ്റ്റോറന്റിൽ നിന്നാണ് പിക്കപ്പ് ചെയ്യേണ്ടത്. അങ്ങോട്ട് വെച്ച് കാച്ചുകയാണ്. ഇരുട്ടിന്റെ സൗന്ദര്യം ആസ്വദിക്കൂ സ്നേഹിതരെ. ഇരുട്ടിനുമില്ലേ ഒരു സൗന്ദര്യം. പക്ഷെ അത് അനുഭവിക്കണമെങ്കിൽ കുറച്ചെങ്കിലും വെളിച്ചം വേണം എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇപ്പോൾ റോഡിലൊന്നും ഒട്ടും വെളിച്ചമില്ല. ആകാശത്തിലും ഒരു വെളിച്ചവുമില്ല. എന്റെ വണ്ടിക്കാണെങ്കിൽ ലൈറ്റുമില്ല എന്ന് വിചാരിക്കുക. എന്തു ചെയ്യും? 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. കണ്ണുണ്ടായിട്ട് കാര്യമില്ല. കാണണമെങ്കിൽ വെളിച്ചം വേണം എന്ന് സാരം. അതാണ് വെളിച്ചമാഹാത്മ്യം. വാസ്തവത്തിൽ ഈ ഇരുട്ട് എന്നുള്ളത് എന്താണ്? വെളിച്ചത്തിന്റെ അഭാവം മാത്രമല്ലേ? സൂര്യൻ ഉദിച്ചാൽ പിന്നെ രാത്രിയുണ്ടോ? വെളിച്ചം വന്നാൽ പിന്നെ ഇരുട്ടിന് ഒരു പ്രസക്തിയുമില്ല. ശരിയല്ലേ? എന്നാൽ ഇരുട്ട് വന്നാലോ വെളിച്ചത്തിന് പ്രസക്തി ഏറുന്നു അല്ലേ? അതാണ് വെളിച്ചമാഹാത്മ്യം. അതുകൊണ്ടായിരിക്കണം പണ്ടൊരാൾ ഇങ്ങനെ എഴുതിയത്: ദൈവം വെളിച്ചമാണ്, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. ശെടാ, ഇത് വലിയ പുകിലായല്ലോ. പൊന്നുറുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം? പൊതുവിതരണക്കാരൻ ആധ്യാത്മികം പറയാൻ എന്ത് കാര്യം? രാത്രിയുടെ വിജനതയിൽ ചിന്തകൾ ഇങ്ങനെ പെരുകുകയാണ് സ്നേഹിതരെ, പെരുകുകയാണ്. മനസ്സെന്ന മന്ത്രജാലം. ചില ട്രോളന്മാർ പറയുന്നത് പോലെ ഈ മൈൻഡ് മലരന്റെ ഒരു കാര്യം. അപ്പോൾ വണ്ടി PP റോഡിലൂടെ, അതായത് പെരുമ്പാവൂർ പുത്തൻകുരിശ് റോഡിലൂടെ 10ാം മൈലിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കപ്പൽ ഒരിക്കൽ കൂടെ പേർഷ്യൻ ഉൾക്കടലിലേക്ക് പ്രവേശിക്കുകയാണ്. ക്ലോസിംഗ് ടൈം ആയതുകൊണ്ടാകും തിരക്ക് അല്പം കുറവുണ്ട്. ചിലപ്പോഴൊക്കെ മറിച്ചും കാണാറുണ്ട്. ക്ലോസിംഗ് ടൈമിൽ തള്ള് എന്ന് വെച്ചാൽ തിരക്ക് കൂടുതലായിരിക്കും. പൊതി റെഡി ആയിരുന്നു. ഗുഡ് സർവീസ്.
ഡെസ്റ്റിനേഷൻ പൂത്തൃക്കാവ്. ഇത് കൊള്ളാമല്ലോ, ഒരു ട്രക്ക് ബൈക്കിന് വേണ്ടി നിർത്തിയിട്ടിരിക്കുന്നു. കലികാലം. വീണ്ടും ചൂണ്ടിയിലേക്ക്. ഇന്ന് 3ാമത്തെ തവണയാണ് ചൂണ്ടിയിലേക്ക് ചൂണ്ടാൻ വരുന്നത്. രാമമംഗലം റോഡിലേക്ക് തിരിയുന്നത് 2ാമത്തെ തവണയും. പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ടൂറിസം മേഖലയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഒരു മൂന്നാർ ട്രിപ്പ് കഴിഞ്ഞാൽ ഉടൻ വരും അടുത്ത മൂന്നാർ ട്രിപ്പ്. റോഡിലുള്ള ഗട്ടറുകൾ വരെ മനഃപ്പാഠമായിരുന്നു. ഇതാ ഡെസ്റ്റിനേഷൻ. ഇവിടെ മുമ്പും വന്നിട്ടുണ്ട്. കട അടച്ചാൽ പിന്നെ പൂത്തൃക്കാവ് ജംഗ്ഷനിൽ നോക്കിയാൽ മതി, ആൾ അവിടെ കാണും. ദി ഹാൻഡ് ഓവർ. സമയം 10:45. ഇനിയും ഒരു ഓർഡർ വരാൻ സമയമുണ്ട്. എന്നെപ്പോലെ നിരവധി പേർ റോഡിൽ ഉള്ളത് കൊണ്ടും 24x7 പ്രവർത്തിക്കുന്ന ആപ്പുകൾ ഉള്ളതുകൊണ്ടും ജനങ്ങളുടെ ഭക്ഷണക്രമമൊക്കെ ഇപ്പോൾ ഒരു വകയാണ്. ഇതും കരികാല ലക്ഷണമായിരിക്കും അല്ലേ? ഇത് കലികാലമാണെങ്കിൽ അടുത്തത് എന്ത് കാലമായിരിക്കും? എടാ മൈൻഡ് മകനെ, നിനക്കൊന്ന് അടങ്ങിയിരുന്നുകൂടെ?